നമസ്കാരം. കോൺഗ്രസ് പരാജയപ്പെട്ട സ്ഥലത്ത് UDF ഒരു ജാഥ ആരംഭിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന മലയോര യാത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരന്റെ തട്ടകമായ ഇരിക്കൂറിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ജാഥ തുടങ്ങുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ 5 ദിവസമായി കേരളത്തിൽ സജീവമായി നിൽക്കുന്ന ചർച്ചയാണ് നേതൃമാറ്റം. രാഷ്ട്രീയ കാര്യ സമിതി ചേർന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബ്രൂവറി വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട പുനഃസംഘടനാ പ്രക്രിയയെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടത്. പല നേതാക്കന്മാരും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല എന്ന് അസന്നിഗ്ധമായി പറയുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പൂർവ്വകാല ചരിത്രം അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യതയോടുകൂടി പറയാൻ കഴിയും, മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ നിരന്തരമായി സഞ്ചരിക്കുകയും ആ അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി പുനർനിർണയിക്കുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും വാർത്തകളെ തള്ളിക്കളയാൻ നമുക്ക് ആർക്കും ആവില്ല. ദീർഘകാലമായി K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളത് കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വത്തിന്റെ ആകെ ആവശ്യമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനില്ല. അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് പല കാര്യങ്ങളിലും സംഭവിക്കുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പാർട്ടിക്ക് തന്നെ ദോഷമായി ഭവിക്കുന്നു. പല വിഷയങ്ങളും മാധ്യമപ്രവർത്തകന്മാർ ചോദിക്കുമ്പോൾ പോലും അറിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ദിരാ ഭവനിൽ K സുധാകരന്റെ സാന്നിധ്യം, ഹാജർ നില 20% താഴെയാണ് എന്ന രീതിയിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് പുനഃസംഘടന വളരെ സജീവമായി വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ കൊണ്ടിരിക്കുന്ന 5-6 പേരുകളുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് തീർത്തു പറയാൻ കഴിയും, ഈ 6 പേരുകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പേരുകൾ മാത്രമാണ്. ഒരുപക്ഷെ കേരളത്തിലെ പല നേതാക്കന്മാരും പല രീതിയിൽ സാമുദായിക സമവാക്യങ്ങൾ, ജാതീയ സമവാക്യങ്ങൾ കൃത്യതയോടുകൂടി അപഗ്രഥനം ചെയ്യുന്നതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്ന പേരുകളാണ്. പക്ഷെ അപ്പോഴും നമുക്കറിയുന്ന പഴയകാല ഓർമ്മകളുണ്ട്. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഏത് പേരെത്തിയാലും ഒടുവിൽ ഹൈക്കമാൻഡ് തന്നെ ഒരു പേര് നിശ്ചയിച്ച് കേരളത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രീതി നമ്മൾ ശ്രീ VM സുധീരന്റെ കാര്യത്തിലായാലും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാര്യത്തിലായാലും കണ്ടതാണ്. അതിൽ നിന്ന് വേറിട്ട ഒരു ചിത്രം ഇപ്പോൾ ഉണ്ടാകാൻ ഇടയില്ല. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കണമെങ്കിൽ സുധാകരൻ മാറിയാൽ സുധാകരനേക്കാളും കൂടുതൽ കരിഷ്മയുള്ള പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ അംഗീകരിക്കാൻ സാധ്യതയുള്ള പേരുകൾ തീർച്ചയായും കോൺഗ്രസ് പറയേണ്ടി വരും. അതല്ലെങ്കിൽ അതൊരു ഡമ്മി പ്രസിഡന്റായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന 3 പേരുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മറ്റു പല സ്റ്റേറ്റുകളിലും രാഹുൽ ഗാന്ധി പരീക്ഷിച്ചിട്ടുള്ളത് 50 വയസ്സിന് താഴെയുള്ള PCC പ്രസിഡന്റുമാരെയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തിളക്കമാർന്ന പരിവേഷത്തോടു കൂടി നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഈ ചെറുപ്പക്കാരുടെ ഇടയിലുള്ളൂ, അത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണ, ഇപ്പൊ മലയാള മനോരമ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെലക്ഷൻ, ആ സെലക്ഷൻ പ്രോസസ്സിന്റെ ഫൈനലിൽ പോലും ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നാളെ ന്യൂസ് മേക്കറായി മാറാൻ 90% ഇടയുള്ളതും ഷാഫി പറമ്പിലാണ്. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിലിനെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അത് ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ തോതിലുള്ള പിന്തുണ ഉറപ്പാക്കും എന്ന കാര്യം നിസ്തർക്കമാണ്. അതിന് തടസ്സമായി മുസ്ലിം ലീഗ് നിൽക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി വർത്തിക്കുന്ന മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു മുസ്ലിം നാമധാരിയെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. കോൺഗ്രസ് ഒരു മതത്തിനപ്പുറം ജനകീയ മുഖമായി, തീഷ്ണമായ യൗവനത്തിന്റെ ഏറ്റവും വലിയ മുഖമായി ഇപ്പോൾ കാണുന്നത് ഷാഫി പറമ്പിലിനെയാണ്. ആ ഷാഫി പറമ്പിലിനെ കൂടാതെ ഇപ്പോൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന 2 പേരുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. ഒന്ന് ശ്രീ PC വിഷ്ണുനാഥ്,
ഇത്രയും പാകതയും പക്വതയുമുള്ള യുവത്വത്തിനും അതുപോലെ തന്നെ തലമുതിർന്ന നേതൃത്വത്തിനും ഇടയിൽ വർത്തിക്കുന്ന ഒരു നേതാവിനെ സത്യത്തിൽ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. എന്തൊരു മിതത്വമാണ്, എന്തൊരു ലാളിത്യമാണ്. അതുപോലെ തന്നെ നിയമസഭയിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിൽ എവിടെയും അഗ്രസീവ്നെസ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം പൊതുജന മധ്യത്തിൽ ശ്രദ്ധയാകർഷിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്നതിനെ ഒരുപക്ഷെ പ്രതിപക്ഷത്തോടൊപ്പം തന്നെ പല ആവർത്തി ഭരണപക്ഷവും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു വിവാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപഴകാതെ മുന്നോട്ട് പോകുന്ന നേതൃത്വത്തിന്റെ പേര് തന്നെയാണ് പി.സി. വിഷ്ണുനാഥ്. ആ അർത്ഥത്തിൽ വിഷ്ണുനാഥ് വന്നാൽ ഒരേ സമയത്ത് ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന് ആത്മീയമായും ഭൗതികമായും നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരേ ഒരു പേരായി പി.സി. വിഷ്ണുനാഥ് മാറും. പക്ഷേ അദ്ദേഹം ഒരു നായർ സമുദായ അംഗമാണ് എന്നുള്ളത് വിലങ്ങ് തടിയായി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും 3, 4, 5 ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം പോരടിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു നായർ സമുദായ അംഗമായി എന്നുള്ളത് കൊണ്ട് പി.സി. വിഷ്ണുനാഥിനെ പോലെ പരിണതപ്രജ്ഞനായിട്ടുള്ള കഴിവുള്ള ശേഷിയുള്ള യുവത്വത്തെയും അതുപോലെ തന്നെ തലമുതിർന്ന നേതൃത്വത്തെയും ഒരുപോലെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും ആകർഷിക്കാനും കഴിയുന്ന ഒരു പേര് മാറ്റിവെക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടും ഭൂഷണമല്ല. അങ്ങനെ ഒരാൾ ഒരു നായർ സമുദായമായി എന്നുള്ളതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് ആരും നാളെ രാജിവെക്കാൻ ഇടയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതുപോലെ തന്നെ ശ്രീ കെ മുരളീധരൻ, അദ്ദേഹത്തിന്റെ പേരിനും വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്ന്. കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിന് പുറത്തു നിൽക്കുന്ന, കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കണം എന്നാഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളിൽ പോലും, എന്തിനേറെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളിൽ പോലും ശ്രീ കെ മുരളീധരന്റെ പേര് വളരെ ശക്തമായി രംഗപ്രവേശം ചെയ്യുകയാണ്. അദ്ദേഹത്തിനും ചില ജാതീയപരമായിട്ടുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുരളീധരൻ ഒരു സമ്പൂർണ്ണ നായർ സമുദായത്തിൽപ്പെട്ടയാളാണോ എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ അദ്ദേഹം നായരാണ് എന്ന് പറയുന്ന ഒരു ബഹുമതി അദ്ദേഹത്തിന് ബോധപൂർവം കൽപ്പിച്ചു നൽകുകയാണ്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് ആര് പ്രസിഡന്റ് ആവണം, ആർക്ക് കോൺഗ്രസിനെ നയിക്കാൻ സാധിക്കും എന്ന വലിയ വിഷയമുണ്ടല്ലോ. ആ വിഷയത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന 3 പേരുകൾ ഇതാണ്. ഈ 3 പേരിൽ ഏതു പേര് വന്നാലും നാളത്തെ കോൺഗ്രസിന് അത് വലിയ തോതിലുള്ള സംഭാവനയായി മാറും. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഇവർക്ക് 3 പേർക്കും അവരുടേതായ സംഭാവനകൾ നൽകാൻ കഴിയും. കേരളത്തിലെ കോൺഗ്രസിന് മുഖം താഴ്ത്താതെ മുന്നോട്ടു പോകാനുള്ള സ്വാഭാവികമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ കനകുലുവിനെ പോലുള്ള ഒരു രാഷ്ട്രീയ വിശാരദൻ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ ജാതീയതയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തി പ്രാപിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തെ മുന്നിൽ നിർത്തി അതിന്റെ പേരിൽ ഒരു സർവേ നടത്തണം എന്നാണ്. ആ സർവേയിൽ ഒരു തർക്കവുമില്ല, ഈ 3 പേരുകൾ തന്നെയായിരിക്കും മറ്റേതു പേരിനേക്കാളും മുൻപന്തിയിലെത്തുക. അങ്ങനെ ഒരു സർവേ കനകുലു നടത്താൻ തയ്യാറല്ല എങ്കിൽ കേരളത്തിലെ നവമാധ്യമങ്ങൾ ഒരുപക്ഷെ അത് ഏറ്റെടുക്കും. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനകത്ത് പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ ആ പ്രസിഡന്റ് ആരാവണം എന്നാഗ്രഹിക്കുന്ന മാധ്യമങ്ങളെല്ലാം ഒരുപക്ഷെ അങ്ങനെ ഒരു സർവേക്ക് പിന്നാലെ പോയാലും അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് അത്രമേൽ വലിയ തൃശങ്കുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോൺഗ്രസിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിലൂടെ മാത്രം നാളെ സംഭവിക്കാൻ ഇടയുള്ള കാര്യമാണ്.